വീർത്ത ബലൂൺ സൂചി കൊണ്ട് കുത്തുമ്പോൾ ചൊട്ടിപ്പണ പോലെ ഈ മനുഷ്യൻ തളർന്നു പോകും. അന്നാണ് നെയിം ഓഫ് ജീസസ് എന്താണെന്ന് അറിയുന്നത്. ഞാൻ ദൈവശാസ്ത്രന്മാരല്ല വിശ്വസിക്കേണ്ടത്, സഭയിലാണ് വിശ്വസിക്കേണ്ടത്. കൃപാസനത്തിൽ ഞാൻ രോഗശാന്തി കൊടുക്കണമെന്ന് പറയണത് ബൈബിൾ അറിയാൻ പാലാത്തവരല്ല പറയണത്. ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാമല്ലോ കർത്താവാണ് പ്രവർത്തിക്കണമെന്ന്. നമ്മൾ ഈ മദർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും മദർ തന്നെയാണെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തകർന്നു പോകേണ്ട ആളല്ലേ, ഞാൻ ചരിത്രത്തിൽ ഇല്ലാതെ പോകേണ്ട ആളാണ്. അതാണ് പക്ഷേ അവിടെ നിന്ന് വെച്ചാൽ അങ്ങനെ ദൈവം ആഗ്രഹിക്കണില്ല. പക്ഷെ നമുക്കൊരു സത്യസന്ധത നമ്മുടെ വിളി. അപ്പോൾ എനിക്ക് ഈ വിളിച്ച വിളിയോട് എനിക്ക് ഞാനത് മച്ച് മോർ ദാൻ ദാറ്റ് അപ്പം അതുകൊണ്ടാണ് മുട്ടേതുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് സുഖപ്പെടുകയല്ല, ഇത് നമ്മൾ മുട്ടേത് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, ഇപ്പം തുടങ്ങിയല്ല ഇത്. പിന്നീട് നടന്ന കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ടൊന്ന് വെച്ചിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും വില കൊടുക്കലിന്റെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അങ്ങനെ എന്തെങ്കിലും വില കൊടുക്കലിന്റെ അനുഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്? അതെ, കർത്താവിനെ വിളിച്ചത് മനസ്സിലായി. സ്റ്റാർട്ടിങ് മനസ്സിലായി. അപ്പൊ എനിക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള അപ്പൊ ആൾക്കാരും കൂടി എന്ന് വെച്ചാൽ ആ രീതി മാത്രമല്ല, പിന്നെ ഇതിൻ്റെ ഈ വ്യത്യസ്തങ്ങളായ നിലയിൽ സുവിശേഷം പ്രചരിക്കാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ദിവസം ഞാനിതുപോലെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഈ സിറ്റുവേഷൻ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. കിടപ്പ് രോഗികളെ. അത് ഇടവക മാത്രമാണോ അതോ മറ്റേ അപ്പോൾ പൊള്ളയത്ത് എന്ന് പറഞ്ഞ് കാട്ടിൻ്റെ അപ്പുറത്തോട്. അപ്പോൾ അവിടെ ഒരു പ്രാന്തനുണ്ടായിരുന്നു, അയാളെ തടിയിലിട്ടിരിക്കുകയാണ്. അവിടെ വീട്ടുകാരെ പ്രാന്ത് കൂടിയിട്ട് അയാളെ കയ്യും കാലും കെട്ടി അവിടെ കട്ടിൽ ജനലെ കെട്ടി പൂട്ടിയിട്ടിരിക്കുകയാണ്. പട്ടി കിടക്കണ പോലെ ഒക്കെ നമുക്കൊന്നും ചെയ്യാം. അപ്പം എന്നെ അവിടെ അയാളെ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പം ഞാൻ പുറത്ത് നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ആശീർവദിച്ചിട്ട് പോന്നു. കാര്യം അയാൾ നല്ല ഭയങ്കര തെറിയും ബഹളവും ഒക്കെയാണ്. കാര്യം അവിടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, വീട്ടുകാരോട് നിന്ന് പോയിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ അന്ന് പവർ കട്ടാണ്, കറണ്ട് പോയി. ഞാൻ തിരിച്ചു വന്നപ്പോൾ പള്ളിയിൽ പവർ കട്ടാണല്ല, അന്ന് പവർ കട്ടുള്ളതാണ്. അപ്പോൾ ഒരു അമരലൻ ചിത്തലും കേൾക്കുന്നുണ്ട് സ്വരത്തിൽ. ഒരു മാവുണ്ട് അവിടെ, മാവ് ഇപ്പോഴും ഉണ്ട് അവിടെ, എൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഇരുട്ടാണേ. ഞാൻ പോയി ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വന്നപ്പോൾ എന്താ സംഭവം. അപ്പോൾ എന്നെ കണ്ടല്ല അവർ. അപ്പോൾ അച്ഛനാണെന്ന് മനസ്സിലായി. എൻ്റെ അച്ഛ ഒന്ന് രക്ഷിക്കച്ചാ, അല്ലേ ഞങ്ങളെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തൊക്കെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അടുത്ത് നോക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഒരു ദണ്ഡനായ മനുഷ്യൻ, രാക്ഷസനെ പോലുള്ളൊരു തടിയനാണ്, കറുത്ത് ഇരുമ്പനാണ്. അയാളെ കമത്തിയിട്ടിട്ട് അയാളുടെ പുറത്ത് കയറി ഇരിക്കണി ഇവർ 3-4 പേരിൻ്റെ പുറത്ത് 3-4 പേരിനെ കൊണ്ടുവന്നത് പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എന്നെ വെച്ചാൽ ഞങ്ങളെങ്ങാനും ഇവിടുന്ന് എഴുന്നേറ്റാൽ ഇവൻ ഞങ്ങൾ അടിച്ചു കൊല്ലുമെന്ന് പറയാം. അത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. കാര്യം ഇവരെങ്ങനെ എഴുന്നേറ്റ് ഇവരെന്നെ അടിക്കത്തില്ല. അപ്പം എനിക്കും പേടിയായി. അപ്പം എന്ത് ചെയ്യണം? എന്നുവെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച് അവനെ സുഖപ്പെടുത്തണമെന്നാണ്. അപ്പോൾ ഞാൻ കെട്ടിലായത് കാര്യം അവർക്കറിയത്തില്ലല്ലോ എനിക്ക്. അപ്പം ഞാൻ എനിക്ക് പരിചയമില്ല, പരിചയമില്ല. ഇങ്ങനെ ഈ കേസ് ഞാൻ ആദ്യം കാണുകയാണ്. അപ്പം ഞാൻ മുറിച്ചൊന്ന് മാതാവിനടുത്തത്, അതായത് അറിയത്തില്ല, പരിചയമില്ലാത്ത കേസാണ്, സംഭവമാണ്. അപ്പോൾ സാധാരണഗതിയിൽ അച്ഛന്മാർ വന്നത് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാനാണ് പറയുന്നത്. ഇവരെ ആശുപത്രി കൊണ്ടുപോകാനാണെങ്കിൽ പിന്നെ ഇവർ നമ്മുടെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ട്. ദൈവഹിതം നമ്മൾ ഇത് മറിച്ചത് കൊണ്ടല്ലേ നമ്മളടുത്ത് വരണം ഇത്. അപ്പോൾ ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ജെയിംസ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് റാഷണൽ സൈക്കോളജി പഠിപ്പിച്ച ഒരു അച്ഛനുണ്ട്, സെമിനാരി. അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ അതെനിക്കറിയത്തില്ല. പക്ഷെ അദ്ദേഹം പണ്ട് എക്സോർസിസത്തിൻ്റെ ചില ക്ലാസ് എടുക്കുമ്പോൾ പറയും, നിങ്ങൾ സാത്താൻ്റെ അടുത്ത് ചെന്ന് സാത്താനെ ബാധിച്ചവരെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ പുറകിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ തലയിടാൻ മുമ്പിൽ പോയത് നിങ്ങൾക്ക് അടിപിടിക്കുന്നു. അപ്പൊ അതെന്റെ തലയ്ക്ക് എത്തിയിരിക്കും. അപ്പൊ കാര്യം അത്ര സിറ്റുവേഷൻ അതാണ്, രാത്രിയാണ്, പിന്നെ അമറലും ചുറ്റുമാണ്, 4 പേരെ പിടിച്ചിട്ട് നിൽക്കാത്ത ആളാണ്, ഭയങ്കര പ്രസവമല്ലേ. അപ്പോൾ അടി കിട്ടിച്ചാൽ ഞാനൊക്കെ ഒരു അടി കൊണ്ട് ചത്തുപോകപ്പോൾ ആ അവസ്ഥയാണ്. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഈ മെഴുകുതിരി അവിടെ കത്തിച്ച് മാവിൻ്റെ ചുവട്ടിൽ മണ്ണി കുത്തി നിർത്തിച്ചും ഞാൻ തിരിച്ചു വന്ന് പ്രാർത്ഥിച്ചിട്ട് കുരിശുരുവ് എടുത്തുകൊണ്ട് പോയിരുന്നു. അപ്പോൾ സാത്താനാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ പോണത്, ഭ്രാന്തനാണെന്ന് പറഞ്ഞല്ല പോണത്. അപ്പോൾ എൻ്റെ മനസ്സിൽ സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇപ്പം എല്ലാവരും
വിചാരിക്കണം അത് ഭ്രാന്താണ് എന്താണെന്ന് പറഞ്ഞാലേ പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ ആശുപത്രി കാണിക്കാനല്ലേ പറയത്തുള്ളൂ. ഞാൻ സാധാരണയാണെന്ന് പറഞ്ഞാൽ പോണത്. പോന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിശ്വാസപ്രമാണം ചൊല്ലി. ആദ്യം വിശ്വാസപ്രമാണത്തിൽ എനിക്ക് എൻ്റെ അപ്പൻ ഒറ്റക്ക് നടക്കുമ്പോൾ രാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ റോഡേ വരണമെങ്കിൽ പിന്നെ 2 മൈൽ നടന്നാലേ വീട്ടിൽ എത്തത്തുള്ളൂ. രാത്രിയാകുമ്പോഴൊക്കെ അപ്പം പുറത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം വിശ്വാസപ്രമാണം ചൊല്ലിയാണ് വരണത്. അപ്പോൾ വിശ്വാസപ്രമാണത്തിൻ്റെ ഒത്തിരി അപ്പൻ്റെ അനുഭവങ്ങൾ എന്നോട് കുഞ്ഞുനാളെ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എനിക്ക് വിശ്വാസപ്രമാണം പിന്നെ എനിക്ക് മനസ്സിലായത് പിന്നെ അച്ഛനായപ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാരും വീട്ടുകാരൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന സംഭവത്തിൻ്റെ ആശയതലങ്ങളെ നമ്മളെ ബൈബിൾ പഠിപ്പിക്കും. ഇപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും റോമ 10:9 ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ ബ്രോഡ് ഫോമാണ് വിശ്വാസപ്രമാണം. അപ്പോഴേ രക്ഷ പ്രാപിക്കുമല്ലോ നമ്മൾ. അത് ഞാൻ പിന്നെ പറയാം ഇങ്ങനെ അവസാനം കിട്ടിക്കഴിഞ്ഞാൽ. ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് വരാം. അത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവൻ്റെ വിശ്വാസപ്രമാണം ആദ്യം കൃത്യമായിട്ട് തെറ്റിക്കാതെ ചെല്ലി വെച്ച് ഞാൻ ഇപ്പം അവരെ പിടിച്ച് കമത്തിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഇവനിങ്ങനെ പൊങ്ങി വരും, പിന്നെ പിടിച്ചിരുത്തും, പിന്നെയും പൊങ്ങി വരും. ഈ കളിയാണ് കളിക്കണം. അപ്പം ഞാൻ ബാക്കിൽ നിൽക്കുകയാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥന ഇവരെയാണ് എന്നെ ഞാൻ ആശ്രയിക്കുന്നത്. കാരണം ഇവർ പൊങ്ങല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഞാൻ ഇവൻ്റെ തലയുടെ അപ്പുറത്ത് മുട്ടേ നിൽക്കുക. അവിടെ മുട്ടേ നിന്നാണ് പറയുന്നത്. കാരണം മുട്ടേ നിൽക്കാതെ അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇവിടെ തലയെ കൈവച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ പണ്ട് എനിക്കുള്ളതാണ്. അത് ഞാൻ ഏതോ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് എൻ്റെ രീതി ഞാൻ മാതാവ് എനിക്ക് എൻ്റെ രീതി ഫോർമാറ്റ് ചെയ്തെടുത്തതാണ്. അതായത് പണ്ടൊരു രോഗശാന്തി കാത്തലിക് പ്രീസ്റ്റ് ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു മിറക്കിൾ, അതായത് പവർ ഓഫ് മിറക്കിൾ, അങ്ങനെ എന്തൊരു പുസ്തകമാണ്. അത് സെമിനാരിൽ വെച്ച് പഠിച്ചതാണ്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ ഒരു എക്സോർസിസം പ്രാർത്ഥന ഉണ്ട്. അത് എന്ത് സെമിനാരി വെച്ച് പഠിച്ച കാലത്ത് ഞാൻ എക്സ്ട്രാ റൈഡിങ് കുറേ നടത്തുകയായിരുന്നു. അപ്പം അത് എക്സോർസിസം എൻ്റെ മനസ്സിൽ എനിക്ക് എന്തോ അതൊരു വിളിയായിരിക്കും ചിലപ്പോൾ. എക്സോർസിസത്തിന് വിളിയല്ല, ആ ഒരു പ്രാർത്ഥന നമുക്ക് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ പ്രാർത്ഥന അത് എഴുതിയെടുത്ത് സൂക്ഷിച്ചിട്ട് ഈ പ്രാർത്ഥന ഞാൻ കാണാൻ പഠിച്ചിട്ട് എൻ്റെ കൂടെ അതിൻ്റെ അകത്ത് കുറേ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് അതാണ് ഞാൻ ഇപ്പോഴും ചെല്ലണത്. അത് ബന്ധന പ്രാർത്ഥനയാണത്. ലോർഡ് ജീസസ് പോർ ഔട്ട് യുവർ സ്പിരിറ്റ്, ടച്ച് വിത്ത് എ ഫയർ ഫിംഗർ, സക്ക് വിത്ത് എ പ്രഷ്യസ് ബ്ലഡ്. ഇത്രയും ഞാൻ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അനുഭവത്തിൽ കൂട്ടിച്ചേർത്തതാണ്. അതുകൂടാതെ അതിൻ്റെ അകത്തുള്ളത് ലെറ്റ് ദ അഡ്വേഴ്സിസ് പവർ, ഡെവിൾസ് ലീജൻസ്, സൈറ്റൻസ് അറ്റാക്സ് ആൻഡ് മെക്കിനേഷൻസ് ബി ഡിസ്പെൽഡ് ആൻഡ് ഡ്രിവൺ ഫ്രം യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതാണ് എൻ്റെ അകത്ത് ആ പ്രാർത്ഥന. അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഞാൻ എല്ലാം കൂട്ടിച്ചേർത്ത് കുറേ അതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ പ്രാർത്ഥന ലെറ്റ് ദ അഡ്വേഴ്സിസ് പവർ, ഡെവിൾസ് ലീജൻസ്, സൈറ്റൻസ് അറ്റാക്സ് ആൻഡ് മെക്കിനേഷൻസ് ബി ഡിസ്പെൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് ഞാൻ പറയണ സമയത്ത് വെച്ച് ഈ സാധനം ബലൂൺ ചുരുങ്ങും. വീർത്ത ബലൂൺ സൂചി കൊണ്ട് കുത്തുമ്പോൾ ചൊട്ടിപ്പണ പോലെ ഈ മനുഷ്യൻ തളർന്നു പോകും. അന്നാണ് നെയിം ഓഫ് ജീസസ് എന്താണെന്ന് അറിയണത്. കർത്താവിൻ്റെ നാമത്തിൻ്റെ ഒരു ശക്തി. നമ്മൾ ഈ 10 കൊല്ലം സെമിനാരി പഠിച്ചിട്ട് നെയിം ഓഫ് ജീസസ് അറിയാൻ പറ്റില്ല. ഒറ്റ ഇൻസിഡന്റ് കൊണ്ട് അത് പഠിച്ചു, നെയിം ഓഫ് ജീസസ്. അപ്പോൾ ഈ പത്രോസൊക്കെ ഇപ്പം പറയത്തില്ലേ, മറ്റൊരു രക്ഷയില്ല ആകാശത്തും ഭൂമിക്കും മധ്യം മനുഷ്യൻ രക്ഷ നൽകാൻ ദ സിംഗിൾ നെയിം ഇസ് ഗിവൺ എന്ന് പറയുമ്പോൾ നെയിം ഓഫ് ജീസസ് ദൈവം രക്ഷയ്ക്ക് വേണ്ടി നൽകിയ പേരാണത്. അവൻ്റെ നാമത്തിലാണ് സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നത്. അവൻ്റെ പേര് അവൻ്റെ നാമത്തെ ഉച്ചരിച്ചപ്പോഴേ സാധനം ചുട്ടിപ്പോയി തളർന്നു പോയി. അപ്പം തന്നെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞു അവരെഴുന്നേറ്റ് മാറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മക്കൾ എഴുന്നേൽക്കാൻ പറഞ്ഞു. മക്കൾ എഴുന്നേറ്റ് മാറാൻ പറഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് എന്നെ ശ്രുതി പറഞ്ഞു. രണ്ടാമത്തെ വലിയൊരു അത്ഭുതം, നേരിട്ടുള്ള ഒരു വലിയൊരു അത്ഭുതം. എല്ലാം തുടങ്ങുകയാണ്, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലേക്ക് വരുന്നു. ചോദ്യം കറക്റ്റല്ലേ, ഉത്തരം കറക്റ്റല്ലേ? ഓക്കെ ചാച്ചൻ, 2 പ്രധാനപ്പെട്ട ഇൻസിഡൻസ്, ഒന്നൊരു പ്രധാനപ്പെട്ട രോഗശാന്തി, രണ്ടാമതൊരു എക്സോസീവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് ഗ്രാജുവലി ഒരു വളർച്ച അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി പേര് കുമ്പസാരിക്കാൻ വരുന്നു, കൗൺസിലിങ്ങിന് വരുന്നു.
അപ്പം തീർച്ചയായും പലരൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് പോലെ ഒരു ആത്മീയ വ്യാപാരത്തിൻ്റെ ഒക്കെ ഒരു സാധ്യത മുന്നിൽ കണ്ട് അത്തരത്തിൽ എന്തെങ്കിലും ചിന്തകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ലോകത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ചിന്തകൾ അച്ഛൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു? എങ്ങനെയാണ് പിന്നീട് ഇതൊരു സാധാരണ ഇപ്പോൾ ഈ സ്പോട്ട് ഒരു അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ഇടവക വൈദികൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ശുശ്രൂഷാപരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നീട് അത് എങ്ങനെയാണ് ഒരു കൃപാസനം ധ്യാനകേന്ദ്രം എന്ന രീതിയിലേക്ക്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആത്മീയ വ്യാപാരത്തിൻ്റെ ഒക്കെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് രൂപം കൊണ്ടതാണോ ഈ കൃപാസനം? അതെ, എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയണത് എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല. സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അതുപോലെ സംഭവിച്ച പോലെ പറയാം. ഞാൻ ഒന്നും പുതുതായിട്ട് ചേർക്കുകയോ ഒന്നും ചെയ്യത്തില്ല, കറക്റ്റായിട്ടേ പറയാം. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആൾക്കാരെ ഈ പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ഞാനൊരു കൗൺസിലറായിട്ട് ബ്രാൻഡഡ് ആയി അവിടുന്ന്. പക്ഷേ എന്നെ കൊണ്ടുപോണത് പിന്നെ ഞാൻ വരണത് ഒരു മരിയൻ ചർച്ചിലേക്കാണ് വരണത്. നെക്സ്റ്റ് അച്ഛൻ്റെ അപ്പോയിന്റ്മെന്റ് മരിയൻ ചർച്ച് ഒരു 3 കിലോ ഒരു എനിക്കുണ്ട് 8 കിലോമീറ്റർ അകലെ, അല്ലെങ്കിൽ 5 കിലോമീറ്റർ അകലെന്ന് തോന്നുന്നു, ഒരു മരിയൻ ചർച്ച്. അതായത് മരിയൻ ചർച്ച് സെൻറ് തോമസ് ചർച്ചാണത്, തുമ്പോളി എന്ന് പറയും. ഇപ്പം മാതാവിന് പെരുന്നാളായി. അപ്പോൾ എന്താ സംഭവിച്ചാൽ അവിടെയാണ് അസ്തേന്തി അച്ഛനായിട്ട് ചെല്ലണത്. അവിടെ അപ്പോൾ തുമ്പോളി മാതാവ് ഫേമസാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോഴും ഞാൻ തുമ്പോളി അല്ലാതെ തന്നെ പെരുന്നാളിന് പോണ ആളായിരുന്നു. അപ്പോൾ എനിക്ക് പരിചയമുള്ള പള്ളിയും. അപ്പോൾ ഞാൻ ഇപ്പം ചെല്ലണ അങ്ങനെയല്ലല്ലോ, മാതാവിൻ്റെ ഒരു ആളായിട്ടാണല്ലോ ചെല്ലണത്, ഒരു കൗൺസിലറായിട്ട് ബ്രാൻഡായിട്ടാണ് ചെല്ലണത്. പിന്നെ അമ്മ മാതാവിൻ്റെയും കൂടി ആളാണല്ലോ, അത് അമ്മ വഴിയാണല്ലോ ഞാൻ രക്ഷപ്പെട്ട് വന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ സ്വാഭാവികമായിട്ട് ശുശ്രൂഷ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ വള്ളക്കാരൊക്കെ വരുന്നുണ്ട്, കടലിൽ പോണ വള്ളക്കാരല്ലേ. അത് വെച്ചാൽ അത് ഒരു ദിവസം ഈ തനി നിറവെന്നും പറഞ്ഞാൽ അന്ന് വള്ളത്തിൻ്റെയൊക്കെ പേര് സിനിമ പേരെടുത്തു. ഇപ്പം സെൻറ് തോമസ് ഒന്നും ഒക്കെ ഇതൊക്കെ പേരൊക്കെ ഉണ്ടെങ്കിലും സെൻറ് ജോസഫ് ഒക്കെ പേരുണ്ട്. പണ്ട് സിനിമ പേര് 3 പൂക്കൾ സിനിമയും തിറങ്ങുന്നു, അത് വള്ളത്തിൻ്റെ പേര്. അപ്പം അതിൻ്റെ ഒരു പോക്കത. അപ്പം വള്ളക്കാർ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അത് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ആ നാട്ടിൽ, തനി നിറവെന്നാണ് വള്ളത്തിൻ്റെ പേര്. അവരിങ്ങനെ മാസങ്ങളായിട്ട് പണിക്ക് പോയിട്ട് ഒന്നും കിട്ടാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വള്ളം വെഞ്ചരിക്കാൻ വരണമെന്ന് പറഞ്ഞു അവർക്ക്. അപ്പോൾ ഞാൻ വള്ളം വെഞ്ചരിക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ലായിരുന്നു. വെച്ചാൽ ഞാൻ രാത്രിയായി ഒരു നീക്ക് വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞ് തളർന്ന് വരിക അപ്പം അവിടെ നടന്ന് പോയിട്ട് വീട് വെഞ്ചരിപ്പല്ലേ, അതും കഴിഞ്ഞ് നടന്ന് വരുമ്പോഴാണ് തങ്കച്ചൻ നിൽക്കുന്നത്. അപ്പോൾ തങ്കച്ചൻ ഇപ്പം എൻ്റെ കെട്ടിയെടുത്തിട്ട് പോയേ പറ്റത്തുള്ളൂ, കാര്യം അവർ 10-30 പേര് അതിൻ്റെ പണിക്ക് പോകണതാണ്. അപ്പം ഞാൻ തങ്കച്ചനോട് പറഞ്ഞു, തങ്കച്ച ഞാൻ നാളെ വന്ന് വെഞ്ചരിക്കാം, ഇപ്പം ഞാൻ ഭയങ്കര ടയർഡാണ്, രാത്രിയായി 10-9 മണിയായി, അപ്പം ഇനി പോയിട്ട് തിരിച്ച് വരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു തങ്കച്ചനൊരു പണി ചെയ്യും, ഞാനൊരു കാശ് രൂപ എടുത്തിട്ട് അകത്ത് പോയി വിശ്വാസം, അത് പഴയ പള്ളി തന്നെ, കാട്ടൂർപ്പള്ളി തന്നെ, അവിടെയാണ് എല്ലാം തുടങ്ങണത്. അകത്ത് പോയി മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് കാശ് രൂപ എടുത്ത് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തങ്കച്ചന് കൊടുത്തു. തങ്കച്ചൻ കൊടുത്ത് ഞാൻ ഈശോയുടെ പ്രൈവറ്റ് ചോദിച്ചേ, തങ്കച്ചൻ നാളെ സന്തോഷമായിട്ട് വന്നെ, കാര്യം അല്ലെങ്കിൽ ഞാൻ ആ വെഞ്ചരിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വരികയല്ലേ. തങ്കച്ചൻ അതും കൊണ്ട് വിശ്വസിച്ച് എൻ്റെ വാക്കും വിശ്വസിച്ചുകൊണ്ട് പോയി വള്ളത്തിൻ്റെ വായ്ത്തലക്ക് നടുഭാഗം അടിഭാഗമായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ കാശുരം കിട്ടി. അതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തങ്കച്ചനെ വളരെ മാത്രമേ പണിയുള്ളൂ, വേറെ ആർക്കും പണിയില്ല. അന്ന് 40,000 രൂപ, 87-ലെ 40,000 രൂപയാണ്, ഭയങ്കര എമൗണ്ട്. 40,000 വങ്കട എന്ന് പറഞ്ഞൊരു മത്സ്യം കിട്ടി. അതോടുകൂടിയാണ് വള്ളക്കാർ ഇളകിയത്. ഇതെല്ലാം ദൈവളക്കിയതാണ്, ഞാനൊരു ബന്ധമില്ല, എൻ്റെ ഒരു അവശത വ്യതിരിക്കാൻ പോകാനുള്ള അവശതയില്ല ആയതുകൊണ്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ ദൈവം അത് അഡ്മിറ്റ് ചെയ്തു. ഈ ദൈവം അഡ്മിറ്റ് ചെയ്യണതാണ്. നമുക്ക് വേണേൽ പൗരോഹിത്യം സ്വീകരിക്കാം, അല്ലെങ്കിൽ സന്യസ്തരാകാം, സമർപ്പിതരാകാം, അല്ലെങ്കിൽ കുടുംബസ്ഥരാകാം. പക്ഷേ കൺകറൻസ് നമുക്ക് പ്രമാണം ചെയ്യാവേ, പക്ഷേ ടാക്സ് റെസീത് എന്ന് പറഞ്ഞ പൊക്കോരോ ഇല്ലേ, അത് വേറൊരു വിഷയമാണ്. നമുക്കിതിനെ പോലെ ദൈവം നമുക്കൊരു തകർച്ച വന്നാലും ദൈവത്തിൻ്റെ അടുത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ. ഞാനങ്ങനെയല്ല ചെയ്തത്, ഞാൻ വേറെ വിട്ടൊന്നും നിന്നില്ല. ദൈവത്തിന് അല്ലാതെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞ് എനിക്കിങ്ങനെ സംഭവിച്ച്, അല്ലെങ്കിൽ വേറെ ആരെയും കുറിച്ച് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തല്ലേ കംപ്ലൈൻറ്റ് ചെയ്തുള്ളൂ. അതാണ് വിഷയം.
അപ്പം അങ്ങനെ ദൈവത്തിന് തോന്നണം, ദൈവത്തിനെ മാത്രമേ നമ്പി നിൽക്കത്തുള്ളൂ. അത് ഓണർ ചെയ്തു. അച്ഛൻ പറഞ്ഞു ദൈവത്തിന് തോന്നണം എന്നൊരു കാര്യം അച്ഛൻ പറഞ്ഞു. ഈ ദൈവത്തിന് തോന്നാൻ രീതിയിൽ മറ്റെന്തെങ്കിലും ഇൻസിഡൻസ് ആ കാലഘട്ടത്തിൽ അച്ഛൻ്റെ ജീവിതത്തിലുണ്ട്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉദാഹരണത്തിന് അത് ഞാൻ പറയാം. അത് അപ്പം തങ്കച്ച വള്ളക്കാർ വന്നല്ല, പിന്നെ വള്ളക്കാർ വരാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി. അവരെ എല്ലാം ഈശോ അനുഗ്രഹിച്ച്. അവർക്ക് വരാനും എനിക്ക് പ്രാർത്ഥിക്കുവാനേ പറ്റത്തുള്ളൂ. അനുഗ്രഹിക്കുന്നത് വേറെ വിഷയമാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയെന്നല്ല പറയണത്, അത് വേറെ സബ്ജക്റ്റാണത്. മനസ്സിലായോ? അപ്പം നമ്മളൊക്കെ ക്രിസ്ത്യാനിറ്റി സിദ്ധനൊന്നുമില്ല, ആൾ ദൈവമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയെന്ന് ഞാൻ പറയണില്ല. നമ്മൾ പ്രാർത്ഥിച്ചു, കർത്താവ് അത് അംഗീകരിച്ചു. അതാണ് വിഷയം. അതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ അത് പ്രാർത്ഥിക്കുന്നതും അവർ വരണതും കർത്താവ് അംഗീകരിക്കുന്നതും വേറെ ഒരു സബ്ജക്റ്റാണ്. കൃപാസനത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് അച്ഛനാന്നുള്ള രീതിയിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അതാണ് വിഷയം. അത് തെറ്റിദ്ധാരണയാണല്ല. അത് നമ്മളെ പ്രാർത്ഥനയുമായിട്ട് ദൈവം അത് അംഗീകരിച്ച് കഴിയുമ്പോഴാണ്. ഇപ്പം ഈ തങ്കച്ചൻ്റെ വിഷയത്തിൽ പല വള്ളക്കാരുടെയും വിഷയത്തിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്തു. അടയാളങ്ങൾ കാണുക. അതായത് എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വചനമൊക്കെ അത് ഏതാണ്ട് അതുപോലെ അതിൻ്റെ സിസ്റ്റം ലേബൻ നോക്കി, അല്ലെങ്കിൽ അതിൻ്റെ ക്രിറ്റിസിസം, ഫോം ക്രിറ്റിസിസമാണത്. അതിനകത്ത് അത് ബൈബിളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒത്തിരി റാഷണൽ സയൻസിൻ്റെ മെത്തേഡുകൾ ഉപയോഗിച്ചാണ് ബൈബിൾ ക്രിട്ടിക്കലായിട്ട് ഡീമിത്തോളൈസൊക്കെ ചെയ്യണത്. അപ്പം ഞാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. എൻ്റെ കർത്താവ് എന്താ പറഞ്ഞത് ഞാനത് വിശ്വസിക്കും. സിമ്പിളായിട്ട് ഞാൻ എൻ്റെ കർത്താവ് എന്താ പറഞ്ഞത് ഞാനത് വിശ്വസിക്കും. അപ്പോൾ അതേസമയം അതൊരു മെത്തേഡാണ് ശരിക്കും. കാര്യം നമ്മളതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ ഫോർ വാട്ട്, അതായത് ദൈവം വചനം പ്രയോജനപ്പെടണ്ടേ. ഇപ്പം ഹെബ്രായരൊക്കെ നമുക്ക് 4:2 എന്താ പറയുന്നത്? അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? അവരിങ്ങനെ ഫോം ക്രിറ്റിസിസവും ടെക്സ്റ്റർ ക്രിറ്റിസിസവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇത് ക്രിട്ടിക്കൽ ചെയ്യാനുള്ള അല്ലല്ലോ. അത് അക്കാഡമിക് ക്ലാസ് റൂമിലൊക്കെ വേണമെങ്കിൽ അങ്ങനെയുള്ള കസരത്ത് കാണിക്കാം. പക്ഷേ ഇറ്റ് ഈസ് ഗിവൺ, ഇറ്റ് ഈസ് റിവീൽഡ് ടു ദി റിഡംപ്ഷൻ ഓഫ് ദി സോൾ. ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നടക്കുന്ന സാധനത്തെ ടെസ്റ്റ് ക്രിറ്റിസം കാണിച്ചിട്ട് എന്താ കാണിക്കാനാ? അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് കർത്താവ് നോട്ടെന്ന് പറയണത്, ഞാൻ ഇത് എന്താണ് ഈശോയോട് എഴുതി. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. വിശ്വസിക്കുന്ന കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. ഇവർ പറയാം അത് മർക്കോസിൻ്റെ സുവിശേഷമാണ്, അത് ലേറ്റർ എഡിഷനാണെന്ന് പറയും. മണ്ണാങ്കട്ട. സഭ പറഞ്ഞിട്ടുണ്ട് അത് മർക്കോസിൻ്റെ സുവിശേഷമാണെന്ന്. ഞാൻ ദൈവശാസ്ത്രജ്ഞന്മാരല്ല വിശ്വസിക്കേണ്ടത്, സഭേനല്ല വിശ്വസിക്കേണ്ടത്. ഞാൻ ദൈവശാസ്ത്രജ്ഞന്മാരല്ല വിശ്വസിക്കേണ്ടത്, സഭേനാണ് വിശ്വസിക്കേണ്ടത്. സഭ പറയും. ഇപ്പം സഭ എന്താ പറയണത്? മർക്കോസിൻ്റെ 16 അധ്യായം തൊട്ട് 16:8 തൊട്ട് ഇങ്ങോട്ട് പിന്നെ ഡേറ്റ് എഡിഷനാണെന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു. സഭ അത് പറയണില്ലല്ലോ. സഭ പറയുന്നത് ദറ്റ് ഇസ് വേർഡ് ഓഫ് ഗോഡ്. അപ്പം ഞാൻ 16:20 എന്താ പറയുന്നത്? 16:17 മർക്കോസിൻ്റെ സുവിശേഷം വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും. അപ്പം അവർ രോഗികളുടെ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. സഭ അതാണ് പറയണത്. അപ്പം ഞാൻ സഭ പറയണതാണ് വിശ്വസിക്കുന്നത്, ക്ലാസ് റൂമിലെ തിയോളജി അല്ല വിശ്വസിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരടയാളമായി കർത്താവ് അടയാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്നതാണ്, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിരിക്കുന്നത്, കർത്താവ് അടയാളം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കൺഫർമേഷൻ തരുന്നു അല്ലേ അച്ഛനതാ ഉദ്ദേശിക്കുന്നത്? ദൈവം ഒരു കൺഫർമേഷൻ തരുന്നു. അവൻ്റെ വചനം സ്ഥിരീകരിക്കാനുള്ള ബാധ്യത അവനുണ്ടല്ലോ. കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും, അങ്ങനെയല്ലേ വചനം എഴുതിയിരിക്കുന്നത്. ഇപ്പം 16:20 എന്താണ്? മർക്കോസ്. കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും വചനത്തെ അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പം കർത്താവ് അവരോട് പ്രവർത്തിച്ചെന്നാണ് POC പറയണത്. അപ്പോഴേ ആരാ പ്രവർത്തിച്ചത്? അച്ഛനാണ് പ്രവർത്തിച്ച, കർത്താവാണ് പ്രവർത്തിച്ചത്. ഈ കൃപാസനത്തിൽ ഞാൻ രോഗശാന്തി കൊടുക്കണമെന്ന് പറയണത് ബൈബിൾ അറിയാൻ പാലാത്തവരല്ല പറയണത്. ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാമല്ലോ കർത്താവാണ് പ്രവർത്തിക്കണമെന്ന്. അച്ഛൻ അവിടെ ഒരു നിമിത്തം, ഒരു അടയാളം മാത്രമാണല്ലോ. ദിസ് ഇസ് തിങ്സ് ഹാപ്പനിങ്. ഇത് അതായത് ഇപ്പം തന്നെ ഈ വിഷയം ഞാൻ തുമ്പളി ചെല്ലുമ്പോഴും ആൾക്കാർ നിറച്ചുണ്ട്. വള്ളക്കാരൊക്കെ ഇളകി, വള്ളക്കാരൊക്കെ വരാൻ തുടങ്ങി. അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്പിരിച്വൽ ഫാദർ തന്ന ഉപദേശം, നീ ഇപ്പം ജോലിയൊക്കെ ചെയ്തില്ലേ, കർത്താവ് ശുശ്രൂഷ ചെയ്തില്ലേ, അപ്പോൾ നിനക്ക് പേഴ്സണൽ പ്രെയർ വേണമെന്ന് പറഞ്ഞു. നിനക്ക് പേഴ്സണൽ പ്രെയർ ഇല്ലെങ്കിൽ നീ വീണ് പോകുന്നു. അപ്പം ഞാൻ പേഴ്സണൽ പ്രെയറിൻ്റെ ആളാണ്. കാര്യം -MA പഠിക്കണ കാലത്ത് -MA ആരും എന്നോട് പറഞ്ഞിട്ടില്ല അന്ന്. കാര്യം ഈ ഞങ്ങളുടെ ഡോർമെറ്ററി ഇന്നൊരു ഏണി വെച്ച് കഴിഞ്ഞാൽ 3-ാം നിലയച്ചല്ല, അവിടെ മുറിത്തട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ 2 മണി രാത്രിയാകുമ്പോൾ ഈ ഏണിയെ കൂടെ എഴുന്നേറ്റ് കയറി, അവിടെ അതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ കുറേ പൊട്ടിയ സ്വിച്ച് ബോർഡൊക്കെയാണ്, ആ ഏണിയെ കൂടി കയറി 3-ാമത്തെ നിലയിൽ പോയി ഇരുന്നിട്ട് 2 മണിക്കൂർ പ്രാർത്ഥിക്കും പേഴ്സണലായിട്ട്. എന്തിനു വെച്ചാൽ
അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നെ വേഗം അച്ഛനാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. മണ്ടത്തര വേണ്ട പ്രാർത്ഥിച്ചത്, വേഗം അച്ഛനാകത്തില്ലല്ലോ, 10 കൊല്ലം പഠിക്കാൻ അച്ഛൻ. പക്ഷെ തീഷ്ണത കൊണ്ടാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു അച്ഛനാകണത്. അപ്പോൾ അച്ഛനാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ആ പ്രാർത്ഥന ഞാൻ അവിടെ വെച്ച് നിർത്തിയില്ല, കണ്ടിന്യൂ ചെയ്തു. അത് ഞാൻ ഫിലോസഫി ചെന്നപ്പോൾ കർമ്മലഗിരിയുടെ മുകളിൽ നിന്നുകൊണ്ട് പെരിയാറിൻ്റെ അവിടെ ലാസ്റ്റ് വണ്ടി 1:30 ഒരു വണ്ടിയുണ്ട്. ആ 1:30 പ്രാർത്ഥിക്കാൻ തുടങ്ങിയ 3:30 വണ്ടി വേറെ ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി വരണവരെ ഞാൻ പെരിയാറ്റ് നോക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് മംഗലപ്പുഴ ചെന്നപ്പോൾ അങ്ങനെ പെരിയാറിനെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോഴും ഓർക്കണില്ല. ഞാൻ ആ മങ്ങാപ്പുഴയൊക്കെ പ്രാർത്ഥിച്ചിരിക്കണം മുഴുവനും ചാപ്പല്ല പ്രാർത്ഥിച്ചിരിക്കണം. എനിവേ പേസർ പ്രയർ എൻ്റെ കൂടെ ഉണ്ട്. പേസർ പ്രയർ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം എന്നാ പറയണത്, സ്പിരിച്വൽ ഫാദർ പറഞ്ഞിരിക്കണത് പേസർ പ്രയർ വേണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പേസർ പ്രയറിൻ്റെ ഒരു സമയം കിട്ടി. സമയം അത് 1.5 സമയമായിപ്പോയി. അത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 9 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചില്ല. VCC കുടുംബയൂണിലൊക്കെ പോയി വരുമ്പോൾ രാത്രിയാവും. വികാരത്തിൻ്റെ മുറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരത്തിന് നാട്ടുകാർ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവർക്ക് പണി കഴിഞ്ഞ് വരണ്ടേ അവർ. അപ്പോൾ അവരുടെ മക്കൾക്ക് കണക്ക് തീർക്കാനും കല്യാണത്തിനും മനസ്സമ്മതത്തിനും ഒക്കെ വരണത് 8 മണിക്കൊക്കെയാണ് വരുന്നത്. സന്ധ്യ കഴിഞ്ഞ് 8 മണിക്കാണ് വരുന്നത്. അച്ഛൻ അവരുമായിട്ടും സംസാരിക്കുകയും, കാര്യം അത് സീരിയസ് വിഷയമായ കാരണം അച്ഛൻ ഡിസ്കസ് ചെയ്യും. കമ്മിറ്റിക്കാർ വരുന്നത് ആ സമയത്താണ്. അവിടെ ജോലി ചെയ്യാൻ കഴിഞ്ഞാലേ വരത്തുള്ളൂ. ഈ കാട്ടുമ്പുറത്തുള്ള പള്ളികളിലൊക്കെ അവസ്ഥ അതാണ്, രാത്രിയൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. ഈ അച്ഛൻ 10 മണിയാകുമ്പോഴാണ് ആൾക്കാർ പോകുന്നത്. അപ്പം അച്ഛന് കുഴപ്പമുണ്ട്. അച്ഛനൊരു കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ അച്ഛന് കുറേ മുടിയുണ്ട്, ഇത്രയുണ്ട്, ചെറുപ്പക്കാരനാണ്, എന്നാലും ഇപ്പം ഇത്രയും മുടിയുണ്ട്. അച്ഛൻ ആ രാത്രിയാണ് കുളിക്കണത്. അത് ഭയങ്കര വിഷയമുണ്ടാക്കി. കാര്യം എൻ്റെ വയറിങ്ങനെ പൊള്ളും. അച്ഛൻ വരാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അച്ഛൻ വരാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ, ഞാൻ ശരിയല്ല അത്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുകയാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറയണത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പറയണത്. അപ്പോൾ ഞാൻ അച്ഛൻ വരാൻ വേണ്ടി ആദ്യമൊക്കെ വെയിറ്റ് ചെയ്ത്, പിന്നെ എനിക്ക് മനസ്സിലായി ഈ സമയത്ത് പ്രാർത്ഥിക്കാമെന്ന്. അതാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അച്ഛൻ കുളിക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ വന്ന് ഫാനിൻ്റെ താഴെ ഇരിക്കണം. അപ്പോൾ കുറച്ച് അച്ഛനെ മുടി ഉണങ്ങി എടുക്കണ്ടേ. അപ്പോൾ ഒരു 10:30, 10:45 ആവും. അത്ര സമയം നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്ത് തുമ്പളി മാതാവല്ലേ, അമ്മയുടെ പള്ളിയല്ലേ. അമ്മയുടെ പള്ളിയാണെന്നുള്ള ബോധം എനിക്ക് നല്ല ശരിക്കുണ്ട്. അതായത് എന്താ കാര്യത്തിൽ അമ്മയുടെ പള്ളിയാണല്ലോ അത്. അപ്പം ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജപമാല അഭിഷേകം അവിടെ കിട്ടിയില്ല, ജപമാല പ്രാർത്ഥിക്കാൻ അഭിഷേകം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്ര ജപമാല പ്രാർത്ഥിച്ചാലും എനിക്ക് കൊതു തീരത്തില്ല, അഭിഷേകമായിരിക്കും. അത് കാരണം ഞാൻ മുറിത്തട്ട് വട്ടക്കല്ലിൽ പോയി രാത്രി നിൽക്കും. 9 മണി തൊട്ട് 11 മണി വരെ നിൽക്കും. അന്ന് 2 മണിക്കൂർ 9 തൊട്ട് മുട്ടേ നിൽക്കുകയാണ്. ആ സമയത്തൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ച് വെച്ച് കുഴപ്പമില്ല നിൽക്കും. കാരണം അച്ഛൻ പറഞ്ഞതല്ല, കിച്ചണിൽ പോയി ഞങ്ങൾ കൂടി തുറന്നാണ് കഴിച്ചിട്ട് വന്ന് കിടക്കണത്. പക്ഷെ അതൊക്കെ വരെ അച്ഛൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണെങ്കിലും പിന്നെ അത് എനിക്ക് വലിയ കാര്യം, അത് പ്രാർത്ഥനയുടെ ഭാഗമായി കർത്താവ് വിളിക്കണവരുടെ രീതികളാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ അകത്ത് മറ്റൊരു ആംഗിൾ കൂടി എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടവക വികാരി എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഒരു അധികാരിയാണ്. ഒപ്പം തന്നെ ഒരു നിസ്സാര കാര്യമാണ്, ഒരു കുറച്ച് സമയം അച്ഛൻ വരുന്നവരെ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ശരിക്കും ഈ കാലഘട്ടത്തിലെ ഒരു പ്രതിസന്ധി, സഭ നേരിടുന്ന പ്രതിസന്ധിയൊക്കെ ആയിട്ട് നോക്കുമ്പോൾ വലിയൊരു വില കൊടുക്കലല്ലേ, പ്രത്യേകിച്ച് അധികാരികളോടുള്ള ഒരു വിധേയത്വമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ആംഗിളും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്താ വെച്ചാൽ അത് ഇപ്പോൾ പിതാവിനോടായാലും ശരി, അച്ഛന്മാരോടായാലും ശരി, എൻ്റെ മുതിർന്ന അച്ഛന്മാരുടെയാലും ശരി, അവർ പറഞ്ഞില്ല ഞാൻ കേൾക്കും. അതൊരു ഒബീഡിയൻസിൻ്റെ ഭാഗമായിട്ട് വരണം. തന്നെയല്ല ഇത് വികാരിസനല്ലേ. വികാരിച്ചനാകുമ്പോൾ വികാരിച്ചനോട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൃപ പോകും നമ്മുടെ. അല്ലെങ്കിൽ കൂടെ കൃപ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന് നിരക്കാത്ത ഒരു സ്പിരിറ്റ് കീപ്പ് ചെയ്താൽ, കാരണം ഇതൊന്നും ഗ്യാരണ്ടി ഇല്ല, അപ്പം ഇറങ്ങിപ്പോവും. സാംസനൊക്കെ പറഞ്ഞത്, അതായത് ദൈവത്തിൻ്റെ അഴിവിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ പ്രീറിക്വസ്റ്റ് വേണം, അതിൻ്റെ ഒരു നിലപാട് വേണം, സാഹചര്യം. അപ്പോൾ സാംസനെ അറിഞ്ഞില്ലല്ല, കർത്താവ് ഇറങ്ങിപ്പോയിട്ട് അറിഞ്ഞില്ലെന്നല്ലേ പറയണത്. ഇതുപോലെ ഇറങ്ങിപ്പോണ പരിപാടി, വിട്ടുപോണ പരിപാടി ക്രിസ്തുവിൻ്റെ കയ്യിലുണ്ട്. അവൻ ദേവാലയം വിട്ടുപോയെന്നൊക്കെ മർക്കോസ് പറയണത് വല്ലാത്ത പറച്ചിലാണ്. ഇതുപോലെ വിട്ടുപോകും. ചില സമയത്ത് നമ്മൾ അറിയും, ഞാൻ അറിയും, അന്ന് ഞാൻ അറിഞ്ഞില്ല കാട്ടിൽ വെച്ച്, ചിലപ്പോൾ അറിയാതെ വരും. ഇപ്പം വികാരിച്ചനോട് ഉടക്കി കഴിഞ്ഞാൽ ഒരിക്കലും ശുശ്രൂഷ വിജയിക്കത്തില്ല. ഒപ്പം തന്നെ വികാരിച്ചൻ എന്നുള്ളൊരു പ്രതീകം, അതായത് അധികാരികളോട് ഉടക്കി കഴിഞ്ഞാൽ നമ്മുടെ കൃപ നഷ്ടപ്പെടും. അതായത് അധികാരികളാണല്ലോ നമ്മളെ വളർത്താനും നിലനിർത്താനും കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സംവിധാനങ്ങളല്ലേ അത്. അതുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇന്നുവരെ ബിഷപ്പിനോട് ഒരിക്കലും ഞാനൊരു എന്ത് പിതാവ് പറയണം അതനുസരിച്ച് പോകുകയുള്ളു. പിന്നെ എക്സ്പ്ലെയിനൊക്കെ ചെയ്യും, നിവൃത്തിയിലാവുമ്പോൾ എക്സ്പ്ലെയിനൊക്കെ ചെയ്യും, അത് പോട്ടെ, അത് വേറെ വിഷയം. അതായത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഇവിടെ പോയി പ്രാർത്ഥിച്ച് എത്ര ദിവസമാണ് പ്രാർത്ഥിച്ചത്? അതായത് 2 മണിക്കൂർ വെച്ച് 1.25 കൊല്ലമാണ് ഞാനവിടെ അസ്ഥിന്ത്യയായിട്ടുണ്ടായിരുന്നത്. അതായത് 1.25 കൊല്ലം ഈ 2 മണിക്കൂർ ഭക്ഷണം ഒന്നും കഴിക്കാതെ മാതാവിന്റെ രൂപത്തിൽ ഫ്രണ്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. അത് വലിയൊരു വില കൊടുക്കല, തീർച്ചയായും വലിയൊരു വില കൊടുക്കല. പക്ഷെ അതിന് മാതാവ് തിരിച്ചിട്ട് വില തന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു വിലയിപ്പോയി. ഈ കാലഘട്ടങ്ങളിലാണ് എന്നോട് കടലിൽ പോകാൻ പറഞ്ഞത്, കടൽ കൺവെൻഷൻ തുടങ്ങുന്നത്. അതായത് ഇത് ആരും എന്നോട് നിർദ്ദേശിക്കും. അതായത് നമ്മൾ പട്ടത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ കൂടെ അങ്ങ് പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥന ഇപ്പം ചില പറയും നമുക്ക് പ്രാർത്ഥന ദൈവത്തെ അറിഞ്ഞാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പേര് ആണ് നമ്മൾ നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമായിട്ടൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ആ പ്രാർത്ഥനയുടെ വിഷയത്തിന് വ്യത്യാസമുണ്ടാകും. ആ ദിവസമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞത് കടലിൽ കൺവെൻഷൻ നടത്താൻ പറഞ്ഞത്. അപ്പോൾ കടലിൽ കൺവെൻഷൻ നടത്താൻ പറഞ്ഞതിന് കാരണമുണ്ട്. കാര്യം ഈ വള്ളം വെഞ്ചരിക്കാൻ നടക്കില്ല, എല്ലാത്തിനും ഓരോ നിമിത്തം വരുമല്ലേ എല്ലാപ്പോഴും. ദൈവം ആ നിമിത്തത്തിലൂടെ ആയിരിക്കുമല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വള്ളം പ്രാർത്ഥിക്കാമെന്ന വള്ളക്കാരൊക്കെ ഇടയ്ക്ക് എന്നെ വെള്ളം വെഞ്ചരിക്കാൻ വിളിച്ചോണ്ട് പോകും. അപ്പോൾ വെഞ്ചരിക്കാൻ വിളിച്ചോണ്ട് പോകുമ്പോൾ ഞാൻ ഈ വള്ളം വെഞ്ചരിച്ച് അവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ ആൾക്കാരൊക്കെ വെഞ്ചരിച്ച വള്ളം വെഞ്ചരിച്ച ആളെ വെഞ്ചരിച്ചിട്ടില്ലല്ലോ. ആള് ചിലരൊക്കെ വെള്ളം അടിക്കുന്നവരുണ്ട്, ചില വൃത്തടി പറഞ്ഞവരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതവും ഈ ആചാരവും അനുഷ്ഠാനവുമായിട്ട് കണക്ട് ചെയ്യണില്ലേ. അപ്പോൾ വെച്ചാൽ ഈ അച്ഛൻ പറഞ്ഞു വന്നപ്പം മനസ്സിൽ വന്നൊരു വിമർശനാത്മകമായ ഒരു ചോദ്യമാണ്. ഇത്തരത്തില് കടൽ പോകുന്നവരൊക്കെ ഇളകുന്നു, വെഞ്ചരിച്ചപ്പോൾ വലിയൊരു സൗഖ്യം കിട്ടുന്നു. ഒരു പ്രശസ്തി വർദ്ധിപ്പിക്കാനല്ല ആ ഒരു കടൽ കൺവെൻഷനിലേക്ക് പോകുന്നത്. മാതാവ് കൃത്യമായിട്ട് പറഞ്ഞു അച്ഛനോട്. അല്ല, അത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ മാതാവ് പറഞ്ഞത് നമ്മൾ ദൈവം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ 6:12 മർക്കോസിൻ്റെ സുവിശേഷം 16:12 ഇതാണ്, അവൻ മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞൊരു വചനയില്ലേ. ഇതുപോലെ ദൈവം വ്യത്യസ്തമായ രൂപങ്ങളിലാണ് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇൻട്രാക്ഷൻ എന്താ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുറേ പേര് വെഞ്ചരിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മകനെ നിങ്ങൾ ഈ ആൾക്കാരെ വെഞ്ചരിക്കുക, ആൾക്കാർക്ക് വിശുദ്ധിയില്ലാതെ ഞാനിവിടെ എന്ത് കാര്യത്തിനാണ്? അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യും, നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ട്, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ധ്യാനം നടത്തിയതിന് ശേഷം നമുക്ക് വള്ളം വെഞ്ചരിക്കാമെന്ന് പറഞ്ഞു. അതാണ് ഇതിൻ്റെ തുടങ്ങാം. അപ്പോൾ ഒരു ശുശ്രൂഷ പെടാം. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഞാനതനുസരിച്ചിട്ട് ഞാൻ ചെത്തിപ്പോയി ആൾക്കാരെ വിളിച്ച് വള്ളം വെഞ്ചരിക്കാനുള്ള ആൾക്കാരെല്ലാം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അവർക്ക് വേണ്ടി ഒരു ധ്യാനം ഉണ്ടാകാൻ വേണ്ടി ധ്യാനത്തിന് വേണ്ടിയുള്ള കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്ത് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ വള്ളം കടലിൽ ഇട്ടാൽ മതി, നിങ്ങൾ കരക്ക് ധ്യാനവും കടലിൽ വെഞ്ചരിപ്പുമായിട്ട് നമുക്ക് നടത്താമെന്ന് പറഞ്ഞു. അതൊക്കെ ഈസിയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഈസിയായിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു 1.5 ലക്ഷം ആൾക്കാരുണ്ട് കടപ്പുറത്ത്. 1.5 ലക്ഷം വെച്ചാൽ ഒരു 10 ഏക്കർ പറമ്പ് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ. യാതൊരു മൊബിലൈസേഷൻ പ്രത്യേകിച്ചൊന്നും നടത്തിയൊന്നും അല്ല, മൊബിലൈസേഷൻ ഇവർ നടത്തിലാണ്. പിന്നെ അടുത്ത ഇടവകപ്പൂടി എന്നെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു ആൾക്കാർ. അവിടെയും ഈ വള്ളക്കാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു, വിളിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം, ഇതാണ് നമ്മൾ വെള്ളം വെഞ്ചരിക്കണമെങ്കിൽ ആളെ വെഞ്ചരിക്കണം. വിശുദ്ധീകരിക്കാത്ത ആൾക്കാർ അതിനെ തിരിഞ്ഞിട്ട് വെഞ്ചരിച്ച വെള്ളമാണെന്നൊരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് നടത്തണം എന്ന് പറഞ്ഞത്. അച്ഛൻ ആദ്യം പറഞ്ഞ നിത്യതയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെ അച്ഛൻ ഇപ്പൊ ചെയ്യുന്നത്. ശരിക്കും ആൾക്കാരുടെ നിത്യരക്ഷയാണ് പ്രാധാന്യം ഇറക്കിക്കുന്നത്. അത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരാള് എനിക്ക് പണ്ട്, അതായത് നമ്മള് ഇപ്പൊ തന്നെ നമ്മള് മനസ്താപേരണയില്ലേ, എൻ്റെ ദൈവം ഇനി അത് പാപം ചെയ്യുന്നേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധമായിരിക്കും. അപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ടോ ഇത് ദൈവത്തെ പറ്റിക്കലാണല്ലോ, നമ്മളിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ എപ്പോഴും എൻ്റെ മനസ്സ് ഫൈറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ബൈബിൾ പറഞ്ഞില്ല, മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പൗലോസ് പറയുന്നത്. അതുപോലെ കുറച്ച് വ്യത്യാസം ഉണ്ടാകണം. അതെൻ്റെ മനസ്സിലുള്ള സുവിശേഷപരമായ ഒരു അഭിഷിക്തൻ്റെ ഒരു സ്വാഭാവികമായ ഒരു ആഗ്രഹമാണ്. അങ്ങനെ തുടങ്ങി. അപ്പോൾ കടലിൽ തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു 100-500 വള്ളം കടലിലുണ്ട്. ആ വള്ളത്തിലെല്ലാം ആൾക്കാരുണ്ട്. ആ വള്ളത്തിലെ ആൾക്കാരുണ്ട്. അവർ കുന്തിരിക്കാൻ പോയിച്ച് കൊടിത്തോരങ്ങളും ഒത്തുക്കുടയും കെട്ടി വെഞ്ചരിക്കാൻ വന്നിരിക്കുക. ആ ഫോട്ടോ ഒക്കെ എൻ്റെ ഇരിപ്പുണ്ട് ഇപ്പോഴും, വലിയ ഫോട്ടോയാണ് അതൊക്കെ. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് ദൈവം അന്ന് സുവിശേഷ പ്രഘോഷണ ദശകം നടക്കി 10 കൊല്ലം.
അപ്പോഴേക്കും ആ കാലഘട്ടം ഒന്ന് പറയാമോ? കാരണം 90 തൊട്ട് 2000 വരെ 10 കൊല്ലമാണ്. ഒരു ഈ കൊല്ലം നടക്കുന്നത് ഏത് വർഷമായിരുന്നു ഈ കടൽ കണ്ണ? 91 ഡിസംബർ 21. ഓക്കെ. 91 ഡിസംബർ 21. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഞാൻ ആ 21-ാം തീയതി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഈ ഡിസംബർ 91 അല്ലേ, അപ്പോൾ തീരദേശ വിശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവ് ചെയ്തതായിരിക്കും വിചാരിച്ചുകൊണ്ട് ഞാൻ ആ ധ്യാനം തുടങ്ങി അവസാനിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത കൊല്ലവും നമ്മൾ ഇതേ സമയത്ത് ഇതുപോലെ കൂടും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് അച്ഛൻ്റെ ആദ്യത്തെ ധ്യാനമായിരുന്നോ ഈ കൺവെൻഷൻ? അങ്ങനെ ഒരു ഇത്തരത്തിലുള്ള മാസീവായിട്ടുള്ള ധ്യാനം മാസീവായിട്ടുള്ള ധ്യാനം ആദ്യത്തെ ധ്യാനമാണ്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഈ അർത്തിങ്കപ്പള്ളിയില്ലേ, അർത്തിങ്കപ്പള്ളി എന്നെ കാണാൻ വന്ന ആൾക്കാർ ഇതുപോലെ പ്രശ്നം അന്നും ഉണ്ടായി. ഒത്തിരി പേര് കണ്ട് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകുന്നൊരു കാലമായിരുന്നു തുമ്പളിപ്പള്ളിയിൽ. അപ്പം ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങൾ ഈ വചനം കേൾക്കാതെ ധ്യാനം കൂടിയ ദൈവത്തിന് പ്രചോദനം ഉണ്ടാകരുത്, അവസാനം നിങ്ങൾക്കും അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകരുത്. അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഏകദിന ധ്യാനം തുടങ്ങിയത്. കാര്യം എന്നെ കാണാൻ വരുന്ന ആൾക്കാർ ഇതുപോലെ ഇപ്പം മറ്റേ ഓരോരുത്തരൊക്കെ കാണാൻ വന്നിട്ട് അവർക്കെല്ലാം അനുഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, പക്ഷേ അവരാരും വചനത്തെ വിശദീകരിക്കണില്ലല്ലോ. അനുഗ്രഹം ലഭിച്ചിട്ടങ്ങ് പോകുന്നു, എന്നിട്ട് അവർ പഴയതുപോലെ ജീവിക്കുന്നു. അത് ഭയങ്കര സീരിയസ് വിഷയമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ ധ്യാനം തുടങ്ങിയത്. അല്ലെങ്കിൽ ധ്യാനം തുടങ്ങേണ്ട കാര്യമല്ല, അത് ഒരു ധ്യാന കേന്ദ്രമാണ്, എന്നാൽ ഒരു മാസം ഒരു ധ്യാനം വേണം, അങ്ങനെയല്ലേ സംഭവം. ഇതാണ് എൻ്റെ സത്യമായിട്ടുള്ള വഴി. പക്ഷെ ഞാൻ അർത്തിങ്ക ചെല്ലുമ്പോൾ എന്താ സംഭവിക്കണത്? ഞാൻ അർത്തിങ്കലാണ് ആദ്യം നവംബർ 27, 91 നവംബർ 27-ാം തീയതിയാണ് ആദ്യത്തെ ഔട്ട്റീച്ച് ധ്യാനം അർത്തിങ്കയിൽ തുടങ്ങണത്. അത് ഞാൻ പുറത്ത് പോയിട്ടുണ്ട്, അത് വേറെ വിഷയമാണ്. അത് ഒരു മരീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. അർത്തിങ്കയിൽ പോകുമ്പോൾ അർത്തിങ്കയിൽ താഴെ മുറുത്തട്ടിൽ മുഴുവൻ ആളായിരുന്നു ഈ ധ്യാനം കൂടെ. ഈ അച്ഛൻ എന്നെ കണ്ടു പോയ ആൾക്കാർ ആ കൃപയെ നിലനിൽക്കാനും കാണാനുള്ള ഒരു മുടി കൂട്ടായ്മയാണ്. അതാണ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നവംബർ 20 കഴിഞ്ഞിട്ട് ഡിസംബർ 21-ാം തീയതി കടലിൽ കൺവെൻഷൻ. അപ്പോഴൊരു തിരുവചന മുന്നേറ്റം തുടങ്ങി. അപ്പം തന്നെ നമുക്കത് മനസ്സിലായി, നമ്മളിങ്ങനെ പ്രീ പ്ലാൻഡ് അല്ല ഇതൊന്നും. ജോൺ പോൾ മാർപ്പാപ്പയാണിത് തുടങ്ങിയത്. കർത്താവിനെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥം തേടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരിയൻ ഇയർ പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ പ്രഖ്യാപിക്കണമെങ്കിലേ അങ്ങനെ ഒരു 1.5 മാർപ്പാപ്പയാണ്. 3 വർഷം തോക്കുന്ന പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചു തോറ്റതല്ല, ഒരു തെറ്റിദ്ധാരണ പുറത്ത് ഞാൻ തോൽപ്പിക്കപ്പെട്ടതാണ്. ഞാൻ പഠിച്ചൊരു പാഠമാണത്. ഈ സ്ഥലം കിട്ടത്തില്ല പിതാ തരത്തിലെന്ന് നമ്മൾ അറിയണം 1 കൊല്ലം കഴിഞ്ഞാൽ. ഈ 1 കൊല്ലം മുഴുവൻ ഇപ്പം കിട്ടും പറഞ്ഞിട്ടിരിക്കുക.